പോലീസ് ഓട്ടോറിക്ഷ പിടിച്ചിട്ടത് മൂലം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത അച്ഛനെ പുനലൂർ പട്ടണത്തിലൂടെ ചുമക്കേണ്ടി വന്ന മകൻ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെതിരെയും സമൂഹ മാധ്യമത്തിലൂടെ തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെയും പരാതിയുമായി രംഗത്ത്. കുളത്തൂപ്പുഴ സ്വദേശിയായ 89-കാരനായ ജോർജിനെയാണ് മകൻ റോയ് മോൻ ബുധനാഴ്ച ഉച്ചയോടെ പട്ടണത്തിലൂടെ ചുമന്നുകൊണ്ട് നടക്കേണ്ടി വന്നത്. 4 ദിവസമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ജോർജ് ചികിത്സയിലായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത ജോർജിനെ കൊണ്ടുപോകുന്നതിനായി ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ മകൻ എത്തുമ്പോൾ പരിശോധനയുടെ ഭാഗമായി വണ്ടി പുനലൂർ TB ജംഗ്ഷനിൽ വെച്ച് പോലീസ് പിടിച്ചിടുകയുണ്ടായി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അച്ഛനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തതെന്ന് റോയ് മോൻ പരാതിയിൽ പറയുന്നു. ലോക്ക്ഡൌൺ മൂലമാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. ഡിസ്ചാർജ് ചെയ്ത പിതാവിനെ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൈ കഴുകുന്ന ഭാഗത്ത് ഇരുത്തിയിരിക്കുകയായിരുന്നു. എന്നാൽ CCTVയിലെ ഇത്തരം ദൃശ്യങ്ങൾ ഒഴിവാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റുന്ന രംഗം മാത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. പിതാവിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി കേച്ചേരി റോഡ് വഴി TB ജംഗ്ഷനിലേക്ക് പോകവേ പോലീസിനെ കണ്ട് ഭയന്ന ഓട്ടോ ഡ്രൈവർ തന്നെയും മാതാപിതാക്കളെയും മൃഗാശുപത്രിക്ക് സമീപം ഇറക്കി വിടുകയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായ പിതാവിനെ പൊരിവെയിലിൽ നടു റോഡിൽ നിർത്താനോ കിടത്താനോ സാധിക്കാത്തതിനാൽ ഗത്യന്തരമില്ലാതെയാണ് എടുത്തുകൊണ്ടുപോയത്. പോലീസിനെ മതിയായ രേഖകൾ കാണിച്ചിട്ടും വാഹനം വിട്ടുകൊടുക്കാത്ത സാഹചര്യത്തിലാണ് തനിക്ക് ഈ ദുസ്ഥിതി വന്നതെന്നും ഏകദേശം 200 മീറ്ററോളം തന്റെ വാഹനം കിടക്കുന്നിടത്തേക്ക് അച്ഛനെ ചുമക്കേണ്ടി വന്നതും താൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി വാർത്ത എടുപ്പിച്ചു എന്നുള്ള സമൂഹ മാധ്യമ പ്രചരണം നടത്തിയവർ മാധ്യമങ്ങളെ വിളിച്ചോ എന്നുള്ളത് അധികാരികളെ കൊണ്ട് സൈബർ സെല്ലിൽ നിന്നും കോൾ റെക്കോർഡ് എടുത്ത് പരിശോധിക്കാത്തത് എന്താണെന്നും റോയ് പറയുന്നു. തന്നെയും കുടുംബത്തെയും സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരണം നടത്തിയവർക്കെതിരെയാണ് കുളത്തൂപ്പുഴ പോലീസിനും മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകിയത്. അങ്ങനെ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞാൻ കുളത്തൂപ്പുഴ സ്റ്റേഷനിൽ പോയി പേപ്പർ എഴുതി മേടിക്കണം. വണ്ടിയിൽ കൊണ്ടുവരണമെങ്കിൽ പേപ്പർ എഴുതി മേടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരു 2 സ്റ്റാറുള്ള AC അദ്ദേഹം ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പേപ്പർ എഴുതിക്കൊണ്ട് പോയാൽ മതി, ബാക്കി കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾ പറഞ്ഞ ഈ അവസ്ഥയൊക്കെ മനസ്സിലായി, അത് പറഞ്ഞാൽ മതിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞ് വന്ന് പെട്ടെന്ന് ഒരു സ്വയം സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഒരു പേപ്പറിൽ എഴുതി അതുമായിട്ട് ഞാനവിടെ പുനലൂരിലേക്ക് പോകുന്ന വഴി പുനലൂർ TVയുടെ അവിടെ ചെല്ലുമ്പോൾ അവിടെ AC അദ്ദേഹം ചെക്കിങ് നടക്കുന്നു. 2 സ്റ്റാറുള്ള AC അദ്ദേഹം ചെക്കിങ് നടക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കൈ കാണിച്ചു. ഞാൻ നിർത്തി അദ്ദേഹത്തിനടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ഈ പേപ്പർ കയ്യിലിരിക്കുക, ഞാൻ പുള്ളിയെ കാണിക്കേണ്ടി വന്നില്ല. അന്നേരവും അദ്ദേഹം ഉടനെ കാര്യങ്ങളെല്ലാം കേട്ടു, മനസ്സിലായി, ബോധ്യപ്പെട്ടു. അദ്ദേഹം പോകാൻ തലകുലുക്കി. ഞാൻ അന്നേരം വണ്ടി മുമ്പോട്ട് എടുക്കുന്ന സമയത്ത് നേരെ എതിരെ വന്ന് അദ്ദേഹം എൻ്റെ വണ്ടിക്ക് കുറുക്ക് കൊണ്ട് നിർത്തി. അദ്ദേഹം ചാടി ഇറങ്ങി, വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിക്കോളൂന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ പറയുന്നു. പൊതുവിൽ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്തുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഇതേ കാര്യമൊന്നും പറഞ്ഞിട്ട് അദ്ദേഹം കേൾക്കുന്നില്ല. എൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് അദ്ദേഹം അത്രമാത്രം പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞങ്ങ് പോവുകയാണ്. ഞാൻ സാറേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് പോയിട്ട് എൻ്റെ അപ്പനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞൊക്കെ കാണിക്കുന്നു, പറയുന്നു, കരഞ്ഞു നോക്കുന്നു, ഒരു രക്ഷയില്ല. അവസാനം പുള്ളിക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ പുള്ളി ഒതുക്കടോ വണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോലീസ് വണ്ടിയുടെ വലത്തോട്ട് കയറി ഇടത്തോട്ട് ഒതുക്കി നിർത്തി. ആ സമയങ്ങളിൽ അവിടെ തിരക്കോ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇദ്ദേഹം നമ്മുടെ അദ്ദേഹം വന്നതിന് ശേഷമാണ് വണ്ടികളെല്ലാം കൈ കാണിച്ച് നിർത്തിയതും അവിടെ തിരക്കായതും. അങ്ങനെ ഞാൻ നിർത്തിയിട്ട് ഓടി, അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടി ചെന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് പുള്ളി കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം പറഞ്ഞ പുള്ളിക്ക് അത് കേൾക്കാൻ ബാധ്യസ്ഥനാകാതെ പുള്ളി എന്നെ ഒന്ന് പോടോ എന്ന് ആക്രോശിച്ച് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ഇച്ചിരിങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ ആലോചിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് എൻ്റെ അമ്മയുടെ ഈ തുണ്ട് മേടിച്ചു. ഞാൻ നേരെ ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടറെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന ഈ പേപ്പറും കാണിച്ച് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഉടനെ തന്നെ ഒരു പേപ്പർ എഴുതി തന്നു. ഇത് പേപ്പറുകളുമായിട്ട് ഞാൻ ഉടനെ തന്നെ ഓടി TBയുടെ അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം അവിടെ വീണ്ടും ചെക്കിങ് നടക്കുന്ന അതേ സമയത്ത് തന്നെ അങ്ങനെ അവിടെ ചെന്ന് അദ്ദേഹത്തെ ഇത് കാണിച്ചിട്ട് അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ചു നേരം ചോദിച്ചിട്ടൊന്നും അദ്ദേഹം മറുപടിയും ഒന്നും പറയുന്നില്ല. ആ അവസ്ഥയിൽ ഞാൻ പിന്നെ വീണ്ടും എൻ്റെ പ്രായാധിക്യത്തിലുള്ള അപ്പനെ, സുഖമില്ലാത്ത അപ്പനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ നിന്നോട് പറഞ്ഞിട്ട് എങ്ങനെ തിരിച്ചോടി വന്ന് അപ്പനെ അടുത്ത് വന്നിട്ട് ഞാൻ അപ്പുറത്ത് ഒരു ഓട്ടോ പാർക്ക് ചെയ്തിരുന്നു ആശുപത്രി കോമ്പൗണ്ടിൽ തന്നെ. അവനടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവൻ കേട്ടു. ഉടനെ അവൻ വണ്ടി അടുത്തോട്ട് കൊണ്ട് നിർത്തി. അപ്പനെ ഞാനും അമ്മയും കൂടെ പിടിച്ച് തന്നെ വണ്ടിയിലോട്ട് കയറ്റിയിരുത്തിയത്. അതിനുശേഷം ഞാനും കയറിയിരുന്ന് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങി ഇടത്തോട്ട് ഒരു ശകലം മൃഗാശുപത്രിയുടെ അവിടെ കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും. അവിടെ എത്തിയപ്പോഴത്തേന് താഴെ കൂടെ ഒരു കാക്കിയിട്ട ഒരാളിരിക്കുന്ന ഒരു വാഹനം പോകുന്നുണ്ട്. അത് കണ്ടപ്പോഴേ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, അതുകൊണ്ടാണ് പോലീസ് പോകുന്ന ഒരു തരത്തിൽ ഇനി ഞാൻ അങ്ങോട്ട് പോയാൽ നിങ്ങളെ കൊണ്ട് ഇറക്കുമ്പോൾ കുഴപ്പമില്ല, തിരിച്ചു വരുമ്പം എൻ്റെ വണ്ടി അവർ കൈ കാണിച്ച് നിർത്തി എന്നെ പിടിച്ചകത്താക്കും, ഞാൻ എന്ത് ചെയ്യുമെന്നാ അണ്ണനങ്ങ് പോകുക അന്നേരം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിർത്തി.
അങ്ങനെ ഒരു അവസ്ഥയായപ്പം ഞാൻ പറഞ്ഞു, എന്താ മോനെ നീ എല്ലാത്തിനും ബുദ്ധിമുട്ടാണെങ്കിൽ ശരി എന്നാ പിടിച്ചോ, എത്ര രൂപ എന്ന് ചോദിച്ചിട്ട് അവൻ പൈസയും പറഞ്ഞില്ല. ഞാൻ 30 രൂപ എടുത്ത് അവൻ്റെ പോക്കറ്റ് വെച്ച് കൊടുത്തു. എൻ്റെ അപ്പനെ വണ്ടിയിൽ നിന്ന് വെല്ലെ പിടിച്ചിറക്കി സാധനങ്ങളും എടുത്തുകൊണ്ട് ഇറങ്ങി നിന്നപ്പോൾ അപ്പൻ ഇങ്ങനെ ആടുവാണ്. നിൽക്കാൻ വയ്യ, കാലിൽ നീരും വേദന കൂടെ. അതിൻ്റെ കൂടെ എൻ്റെ വണ്ടി പോലീസ് പിടിച്ചിട്ടേക്കുന്നെന്ന് പറഞ്ഞുള്ള ടെൻഷൻ, ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഉള്ള മനുഷ്യനില്ലയോ, ഇതിലൂടെ കേട്ടപ്പോഴത്തേന് പുള്ളിക്ക് അങ്ങ് ഭയങ്കര ടെൻഷനായി. പുള്ളി ഇങ്ങനെ ആടി വീഴാൻ തുടങ്ങുവാണ്. ഞാൻ പെട്ടെന്ന് പുള്ളിയെ പിടിച്ച് എടുക്കുമായിരുന്നു ചെയ്തത്. ഞാൻ പിടിച്ച് എടുത്തില്ലെങ്കിൽ അദ്ദേഹം അവിടെ വീഴുക തന്നെ ചെയ്യും, വേറെ മാർഗ്ഗമൊന്നുമില്ല. അല്ലെങ്കിൽ പുള്ളിക്ക് ഇരിക്കാനൊക്കത്തില്ല, ബ്ലാഡർ വീക്കമുള്ള ആളാണ്, യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ആളാണ്. അപ്പം ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ച് എടുത്ത ഉദ്ദേശം എടുത്ത് താഴെ റോഡിൽ വരുമ്പോഴത്തേന് ഏതെങ്കിലും വണ്ടിക്കാരുണ്ടെങ്കിൽ അതിലോട്ട് കയറ്റാം എന്നുള്ള ഉദ്ദേശത്തിൽ അവിടെ വരുമ്പം ഗുഡ്സ് വാഹനങ്ങളും എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. അദ്ദേഹം പാലത്തിനക്കരെ കൈ കാണിച്ച് നിർത്തി ബ്ലോക്കാക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തന്നെ അവിടെ ഏതെങ്കിലും CCTV ക്യാമറകളുണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കിയാൽ കാണാം. ഞാൻ അവിടുന്ന് എടുത്ത് മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോൾ വലത് സൈഡിൽ വണ്ടികളൊന്നുമില്ല. വലത് സൈഡിൽ കൂടെ നേരെ വലത് സൈഡിൽ കയറി ഞാൻ ഇങ്ങനെ സ്പീഡിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. എനിക്ക് എടുക്കാൻ തന്നെ ഒക്കത്തില്ല ഇത്രയും ഭാരമുള്ള ഒരു മനുഷ്യനെ. ഞാൻ വളരെ ടയേർഡായ മനുഷ്യനാണ്, എനിക്കും ഷുഗറുള്ളതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് വെള്ളദാഹമൊക്കെ എനിക്കുണ്ടാകും. അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി തന്നെ എൻ്റെ അപ്പനെ എടുത്തുകൊണ്ട് നേരെ പാലത്തിന് അക്കരക്കരയിൽ TVയുടെ അവിടെ കൊണ്ടുവന്ന്, എൻ്റെ വണ്ടി കിടക്കുന്നിടത്ത് അവിടെ കൊണ്ടുവന്ന് വണ്ടിയിലോട്ട് ഇരുത്തുന്നത് തന്നെ എനിക്ക് ബുദ്ധിമുട്ടിയായിരുന്നു. ഞാൻ വണ്ടിയിലോട്ട് ഞാനും അപ്പനോട് അങ്ങ് വീഴുമായിരുന്നു. അന്നേരം ചാനലുകൾ പലരും പിടിച്ചിട്ടുണ്ട്, കണ്ടാലറിയാം. അതിനുശേഷം ഞാൻ അമ്മയുടെ പേപ്പർ മേടിച്ചു. പെട്ടെന്ന് വീണ്ടും സിയാദത്തെ കൊണ്ട് കാണിക്കണം. കാരണം എൻ്റെ ആട്ടോ കയറ്റി പാർക്ക് ചെയ്തതിന് ശേഷം തൊട്ട് പുറയിൽ വേറെ കാറ് സിയാദം കൈ കാണിച്ച് നിർത്തിയ കാറ് എൻ്റെ പുറകെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാർ എടുക്കാതെ എനിക്ക് എടുക്കാനൊക്കത്തില്ല, മുമ്പിൽ കടയാണ്. അപ്പം ഇടത് സൈഡിൽ ബദാം മരമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എടുക്കാനൊക്കത്തില്ല. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ വീണ്ടും ഈ പേപ്പർ കൊണ്ട് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അത് കണ്ടുകൊണ്ട് അവിടെ നിന്ന ആളുകളെല്ലാം വയലൻ്റായി. പെട്ടെന്ന് അവിടെ നിന്ന ചാനലുകാരും കതറിട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരായിരിക്കാം. അവരെല്ലാം വയലൻ്റായി. അവർ ഓടി വന്ന് എന്തുവാന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് അപ്പോഴേ അവർക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലായിരിക്കാം ഞാൻ എടുത്തുകൊണ്ട് വന്ന അവസ്ഥകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കുറേയൊക്കെ അപ്പൻ വണ്ടിയിലിരുന്ന് എന്തൊക്കെയോ പറയും കൂടെ ഒക്കെ ചെയ്തു, അമ്മയും ഏതാണ്ടൊക്കെ പറഞ്ഞു ഈ അവസ്ഥകളെക്കുറിച്ച്. അതൊക്കെ അവർ കേട്ട് കാണുമായിരിക്കാം. എന്തായാലും അവരെല്ലാം അവിടെ കൂടി പെട്ടെന്ന് ഈ കാർ ഡ്രൈവറെ വിളിപ്പിച്ച് പെട്ടെന്ന് കാറ് പുറമോട്ട് എടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് പെട്ടെന്ന് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ആട്ടോ പെട്ടെന്ന് പുറമോട്ട് എടുത്ത് ഞാൻ വരുമായിരുന്നു. ഇത്രയാണ് അവിടെ സംഭവിച്ചത്. അതിന് ശേഷം ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഈ ഫേസ്ബുക്കിലൂടെയും മറ്റ് ചാനലിലൂടെയൊക്കെ എന്നെ കണ്ടമാനം, എന്നെയും എൻ്റെ കുടുംബത്തെയും ആക്ഷേപിക്കത്തക്ക രീതിയിൽ കണ്ടമാനം അവഖ്യാതികളും ഒക്കെയാണ് എഴുതി വിടുന്നത്. അതുകൊണ്ട് ഇതിൽ നോക്കിയാൽ പല ഫേസ്ബുക്കിലും വന്ന പല നല്ല നല്ല ആളുകളുടെ ഇതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ ഇതെല്ലാം കാണുക, അല്ല വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മുടെ ദയനീയാവസ്ഥ ഇതൊക്കെ ആയിരിക്കുക. അതിന് ഞാൻ എന്തായാലും കുളത്തപ്പുഴ CIക്ക് പരാതി കൊടുക്കും. ആ പരാതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്ന വഴിക്കാണ് നിങ്ങളെ കാണുന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നിങ്ങളെ കണ്ടത്, അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ പോവുക. തീരെ അവശനായ ജോർജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് റഫർ ചെയ്തിരിക്കുന്നതെന്ന് ആശുപത്രി രേഖകളിൽ നിന്നും വ്യക്തമാകുമ്പോഴും ജോർജ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും ജോർജിന് നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നും പോലീസിന് മൊഴി നൽകുകയും ദൃശ്യമാധ്യമത്തിലൂടെ പ്രചരണം നടത്തുകയും ചെയ്ത പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നിലപാടിൽ സംശയമുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതിയും നൽകിയതാ. ദീർഘവർഷങ്ങളായി നേരിട്ടറിയാവുന്ന ആളായ ജോർജ് പരസഹായമില്ലാതെ നടക്കുവാനോ കിടക്കുവാനോ ഇരിക്കുവാനോ കഴിയാത്ത ആളാണ് എന്ന് പൊതുപ്രവർത്തകൻ റോയ് ഉമ്മൻ പറയുന്നു. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരിക്കുന്ന ഒരു വാർത്തയാണ് കുളത്തൂപ്പുഴ ഒരു പിതാവിനെ മകൻ ചുമന്നുകൊണ്ട് വന്നു എന്നുള്ള വാർത്ത. ആ വാർത്തയുടെ നിജസ്ഥിതി സത്യാവസ്ഥയും അറിയാവുന്ന ചില വ്യക്തികളുണ്ട്. എൻ്റെ അയൽവാസിയും എൻ്റെ വാർഡിൽപ്പെട്ട അംഗവുമാണ്. ജനിച്ച കാലം മുതൽ എനിക്ക് അറിയാവുന്ന വ്യക്തികളുമാണ് ആ കുടുംബത്തിലുള്ള എല്ലാവരും. അവർ പുനലൂർ ആശുപത്രിയിൽ വരികയും അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി വരാൻ ശ്രമിക്കുന്ന സമയത്ത് വാഹനം കൊണ്ട് മകൻ ചെല്ലുകയും പുനലൂർ TVയുടെ അവിടെ വെച്ച് തടയുകയും ചെയ്തുള്ള യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ് പുനലൂർ പോയി സൂപ്രണ്ടിനെ കണ്ട് ഡിസ്ചാർജ് ലെറ്ററും വാങ്ങി തിരിച്ചു വന്നും സർക്കിളിനെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ സാധിച്ചില്ല. ഒരു സഹോദര സ്നേഹം വെച്ചൊരു ഓട്ടോക്കാരൻ അവരെ കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് വഴിയിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു. ആരോടും പരാതിയും പരിഭവവും പറയാതെ സ്വന്തം പിതാവിനെ എടുത്ത് സ്വന്തം വണ്ടിയിലേക്ക് കൊണ്ടുവരുന്ന രംഗം
പല മീഡിയകളും ചിത്രീകരിച്ചപ്പോൾ അതൊരു വാർത്തയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പിതാവിനെ അവിടെ ഒരു ചാനലിന് ചർച്ച പോലും ചെയ്യാതെ വീട്ടിൽ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. അതിനുശേഷം ചില സോഷ്യൽ മീഡിയയിൽ ആ ഭവനത്തെ വളരെ മൃഗീയമായ രീതിയിൽ തേജോവധം ചെയ്ത് അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തുവെന്നും എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ ഒരു സൈഡ് പാരാലിസിസ് ആയ പിതാവ്, നല്ല ഒരു മരം വെട്ടുകാരനായിരുന്നു അദ്ദേഹം, വർഷങ്ങളായി എനിക്കറിയാവുന്ന വ്യക്തിയാണ്. ഒരു സൈഡ് തളർന്ന് നടക്കാനൊക്കാത്തൊരു വ്യക്തിയെ അവിടുന്ന് എടുത്ത് ഈ വീട്ടിൽ കൊണ്ടുവരേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം മകനെന്നുള്ള നിലയ്ക്ക് ആ മനുഷ്യൻ ചെയ്തതാണ്. പരാതി ആരോടും പറഞ്ഞില്ല, പരിഭവമില്ല. ഇപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാവണമെന്നും ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് പരാതി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാവിധ പിന്തുണയുമായി ഞാനും എൻ്റെ പാർട്ടിയും ഈ നാട്ടിലുള്ള സകല ജനങ്ങളും അവരോടൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. എന്നാൽ ഇവിടെ എത്തിയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ആശുപത്രി അധികൃതർ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് പറഞ്ഞ ജോർജിന്റെയും കുടുംബത്തിന്റെയും ദയനീയതയാണ്. കുളത്തൂപ്പുഴയും തെന്മല പാതയോരത്ത് ഏത് നിമിഷവും തകർന്നു വീഴാതായ ഒരു ആപ്സെപ്റ്റോസ് കൂരയ്ക്ക് കീഴിലാണ് കുടുംബം അവിവാഹിതനായ ഇളയ മകനോടൊപ്പം കഴിക്കുന്നത്. ഒരു ചെറിയ ചായക്കടയിൽ നിന്നുള്ള ഏക വരുമാനമാണ് കുടുംബത്തിലെ ആശ്രയം. ലോക്ക്ഡൌൺ ആയതിനാൽ അതുമല്ല, കടയോട് ചേർന്നുള്ള ഒറ്റമുറിയായിൽ മതിലോ കാറ്റോ വെളിച്ചമോ ഇല്ലാതെ ജോർജ് കട്ടിലിൽ തന്നെ കിടക്കുകയാണ്. അച്ഛന് ഇപ്പോൾ എണീറ്റ് തന്നെ ഇരിക്കാനോ നടക്കാനോ എന്തെങ്കിലും പറ്റുമോ? എഴുന്നേക്കാൻ പറ്റത്തില്ല. ഈ പിളരിക്ക് വേദനയുണ്ട്. ഇങ്ങനെ ഭയങ്കര ഇരിയാനൊക്കെ. ഒന്നുമല്ല, ഇത് ഇവിടെ വന്നതിന് ശേഷമാണോ ആശുപത്രി വെച്ച് ഇങ്ങനെയുണ്ടോ? അത് നേരത്തെ ഉള്ളതാണ്. അപ്പോഴത്തെ ആശുപത്രിക്കകത്ത് വെച്ച് എണീറ്റ് നടക്കുകയോ എങ്ങോട്ടെങ്കിലും പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? താങ്ങി ഈ ഒടുവിലത്തെ ദിവസം ഇവിടെ എന്നെ ഒന്ന് താങ്ങിക്കൊള്ളുന്നുണ്ട്. രണ്ടുപേര് വേണം അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകാൻ. കക്കൂസിലൊക്കെ പോകണം. ആശുപത്രിയിൽ അച്ഛനെ ഇവിടുന്ന് നമ്മൾ ഈസ്റ്ററിന്റെ അന്നാമല്ലോ കൊണ്ടു ചെല്ലുന്നു. അന്ന് ചെന്ന മുതൽ അച്ഛൻ ഒരേ കിടപ്പാണോ, അതോ ആശുപത്രിയിൽ എന്തെങ്കിലും സ്വന്തം ആവശ്യത്തിന് എണീറ്റ് നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ല കിടപ്പായിരുന്നു. ബെഡിൽ ഒരേ കിടപ്പായിരുന്നു. മൂത്രം ഒഴിക്കണമെന്നും കക്കൂസിൽ പോകണമെന്നും പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ചു പോക്കും. പതുക്കെ തോളിൽ കൈയിട്ട് പിടിച്ച് നടക്കാനൊക്കത്തില്ല, കാലേ നീരുകൊണ്ട്. അപ്പോൾ അടുത്ത റൂമാണ് കക്കൂസിൻ്റെ അടുത്താണ് കിടന്നത്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ പിടിച്ചിരുത്തിയും പിടിച്ച് നിർത്തിയും മൂത്രം ഒഴിപ്പിക്കുന്നത്. കക്കൂസിലിരിക്കുന്ന ഒരു കസേര വെട്ടി വെച്ചിട്ടുണ്ട്, അതിലിരുത്തിയ കക്കൂസിലിരുത്തുന്നത്. അങ്ങനെ കഴുകി പറക്കുക. പിന്നെ അതുപോലെ ഞാനും വേറെ സ്ത്രീയും കൂടെ പിടിച്ചു കൊണ്ടുവന്ന് കട്ടിലെ കൊണ്ടുവന്ന് കിടത്തുന്നത്. അത്ര അവസ്ഥയായിരുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചു. ഉറക്കമില്ല. 4 ദിവസമായി ഉറങ്ങിയിട്ട് അവിടെ കിടന്ന് 4 ദിവസമായി ഉറങ്ങിയിട്ട് ഉറക്കമില്ല. അടുത്ത ബെഡിൽ കിടക്കുന്നവരോടൊക്കെ ചോദിച്ചാലറിയാം, അവരൊക്കെ പോയോന്നറിയത്തില്ല. ചോദിച്ചാലറിയാം എൻ്റെ അവസ്ഥകളൊക്കെ അന്നേരം എന്താണെന്ന്. ഒരു ദിവസം രാത്രി മൊത്തം ചത്തതുപോലെ കിടന്നു. ഞാൻ ഓർത്ത് തീർന്നു പോയി. ഞാൻ അവിടെ നിന്ന് 7 ദൈവത്തെ കണ്ടു. പിള്ളേർ പോലും എൻ്റെ അടുത്തില്ല. ആരോട് പറയാനാ? സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അന്യ ആളുകളാണ് അടുത്തിരിക്കുന്നത്. ആരോട് എന്താ പറയാനാന്ന്? സിസ്റ്ററൊക്കെ ഓടി വന്ന് പിന്നെ എൻ്റെ ട്രിപ്പൊക്കെ ഇട്ട് വിളക്കുന്നൊരു ട്രിപ്പ് ഇട്ടു. എന്തായാലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് സകലമൊക്കെ സൗഖ്യം തന്നു. അങ്ങനെ നേരെ തീരെ അവശനായ നിലയിലായിരുന്ന അച്ഛനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഡിസ്ചാർജ് വാങ്ങിയത്. എന്നാൽ ആ ദിവസം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. കാലിൽ നീര് വന്ന് നടക്കാൻ കഴിയാത്തതിനാൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് സഹായിക്കാനായി സദാസമയവും കൂടെ നിൽക്കേണ്ട സാഹചര്യമാണെന്നും മകൻ ജോയ്മോൻ പറയുന്നു. അച്ഛനെ സംരക്ഷിക്കുന്നത് ഞാനാണ്. പിന്നെ അച്ഛൻ ഇതണക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോകാനും എല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകുന്നത്. അച്ഛന് രണ്ടുപേര് വേണം അച്ഛനെ കൊണ്ടുപോകാനായിട്ടാണെങ്കിൽ. അപ്പോൾ വെളിയിൽ വേണം കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് തിരികെ കൊണ്ടുവരാനായിട്ട്. കാലിന് ഭയങ്കര നീരും ആയിട്ടാണ് പുള്ളി ഇരിക്കുന്നതാണെങ്കിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് നടക്കാനോ എടുക്കാനോ ഒന്നും കഴിയത്തില്ല. എഴുന്നേറ്റ് നമ്മൾ പിടിച്ചിരുത്തി വേണം ആഹാരം കൊടുക്കുവാനും. അതിനെല്ലാം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഞങ്ങളിങ്ങനെ നേരിടുവാണ്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.